ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പാലക്കാടിലെ കോട്ടയുടെ ഉള്ളിലുള്ള വാടിക എന്ന് പറയുന്ന ചിൽഡ്രൻസ് പാർക്ക് എന്നോ ഗാർഡൻ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അവിടെ നമ്മൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞ സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വൈകുന്നേരം 8 മണി വരെയാണ് അവിടുത്തെ സമയം. മുതിർന്നവർക്ക് 25 രൂപയും 12 വയസ്സിൻ്റെയും 4 വയസ്സിൻ്റെയും 3 വയസ്സിൻ്റെയും ഉള്ളിലുള്ള പ്രായക്കാർക്ക് 12 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ളത് സമ്മിശ്രമായിട്ടുള്ള കുറച്ച് ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 പേര് ഹിന്ദിക്കാരുണ്ട്, അതിൻ്റെ കൂടെ തന്നെ 4-5 പേര് മലയാളികളുമുണ്ട്. ഈ കൂട്ടത്തിൽ 3-4 ചെറിയ കുട്ടികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാങ്ങൊക്കെ നമ്മളുടെ അടുത്ത് വന്ന് പെട്ട് പാലക്കാട് ഒരു 2-3 മണിക്കൂർ അവർക്ക് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇവരെ മലമ്പുഴ ഗാർഡൻ ഇല്ലെങ്കിൽ അതിനടുത്തുള്ള കവ എന്ന സ്ഥലങ്ങളിലേക്കൊക്കെയാണ് കൂട്ടിയിട്ട് പോവുക. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുപോയി ഞാനും ഒരുവിധം മടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആവശ്യം 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് പേർ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ ഇന്ന് തിരഞ്ഞെടുത്ത ഒരു സ്ഥലം ഈ വാടികയാണ്. പല പ്രാവശ്യവും ഞാൻ പാലക്കാട് കോട്ട മൈതാനവും കോട്ടയുടെ ഉള്ളിലെ ആ ഒരു ആഞ്ജനേയ ക്ഷേത്രവും എല്ലാം തന്നെ നമ്മളുടെ വീഡിയോയുടെ ഭാഗമാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു വാടിക നമ്മൾ എന്തുകൊണ്ടോ ഇതുവരെ നമ്മളുടെ വീഡിയോയുടെ ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ടില്ല. കാരണം അത് ചെറിയ കുട്ടികളുടെ ഒരു പാർക്കാണ് എന്നുള്ള ഒരു ധാരണയിൽ അതങ്ങനെ വിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ചെറിയ കുറച്ച് കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ കയറി ചെന്ന് കുറച്ച് നടന്നാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു സ്കേറ്റിംഗ് ചെയ്യുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സ്കേറ്റിങ്ങിൽ താല്പര്യമുള്ള കുട്ടികളെയൊക്കെ കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് അവരുടെ ആ ഒരു പരിശീലനങ്ങളും മറ്റും ഇവിടെ ചെയ്യാവുന്നതാണ്. ഷൂവും കാര്യങ്ങളും നമ്മൾ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. ചില കുട്ടികളെല്ലാം സ്കേറ്റിംഗ് വളരെ വിദഗ്ധമായി തന്നെ ചെയ്യുന്നുണ്ട്. ചിലവരെല്ലാം ഒരു പ്രാരംഭ ദിശയിലാണ്, അവരുടെ പ്രാക്ടീസിൻ്റെ ആ ഒരു ആദ്യ ദിനങ്ങളിലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ വീഴുന്നുണ്ട്. പക്ഷേ ഈ വീഴ്ചയൊന്നും അവരെ ബാധിക്കുന്നേ ഇല്ല. അവർ എണീക്കുന്നു, പിന്നെയും അത് തുടരുന്നു. അങ്ങനെയൊക്കെയാണ്. ചെറിയ കുട്ടികൾക്കുള്ള പാർക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് ചെറിയ കുട്ടികളെക്കാട്ടിലും കാണാൻ കഴിയുന്നത് ഇവിടെ വലിയ ആളുകളാണ്. കാരണം ചെറിയ കുട്ടികൾക്ക് തനിയെ വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കുട്ടി വരുമ്പോൾ അവരുടെ അമ്മയും അച്ഛനും ഒക്കെ കൂടെ വരും. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് വലിയ ആളുകളുടെ എണ്ണം കുറച്ച് കൂടുതലാണ് എന്നാണ്. നമുക്കിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഈ പല കളികളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കളികൾ എന്നുള്ളതിനേക്കാൾ ഉപരി ചെറിയ കുട്ടികളുടെ ആ ഒരു ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾക്കും കൂടെ പറ്റുന്ന സംഭവങ്ങളാണ്. ഈ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നടപ്പാതയുടെ വശങ്ങളിലെല്ലാം തന്നെ ബെഞ്ചുകളും മറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടികളെ ഏതെങ്കിലും ഒരു കളിയിൽ വിട്ടതിന് ശേഷം നമ്മൾക്ക് ആ ബെഞ്ചിൽ വന്നിരുന്ന് വിശ്രമിക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞ് നമുക്കും നേരം കളയാം. എന്തുകൊണ്ടോ ഇവിടെ ഈ ഒരു വാടിക എന്നുള്ള ഈ ഒരു പാർക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു എന്ന്. അത്രയ്ക്കും രസകരമാണ് ഇവിടുത്തെ ഒരു കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ. എനിക്ക് സത്യത്തിൽ മലമ്പുഴയേക്കാൾ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം മലമ്പുഴയിലും 25 രൂപയാണ് എൻട്രി ഫീ, ഇവിടെയും 25 രൂപയാണ്. പക്ഷേ 25 രൂപ ഇവിടെ കൊടുത്താൽ അത് മുതലാക്കാൻ ഇവിടെ പറ്റുന്നുണ്ട്. മലമ്പുഴയിൽ അങ്ങനെയല്ല. പക്ഷേ പണ്ടത്തെ മലമ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വൃത്തിയും ആ മെയിൻ്റനൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും തീരെ കാണുന്നില്ല. ഇപ്പോൾ പൂക്കളും മറ്റും വളരെ കുറവായിട്ടാണ് മലമ്പുഴ ഗാർഡനിലൊക്കെ കാണുന്നത്. കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് മാത്രമല്ല അവരുടെ മെൻ്റൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ ആ ഒരു കറേജ്, ആ ഒരു ധൈര്യം വളർത്തിയെടുക്കുന്നതിനുമൊക്കെ ഇത്തരം ഗെയിമുകളൊക്കെ, ഇത്തരം കളികളൊക്കെ പ്രയോജനപ്പെടുത്താം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖ്യമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം. അതും പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം ഒരുപാട് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ചെറിയ കുട്ടികളെ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഇത്തരം പാർക്കുകളിലോ അങ്ങനെ വല്ല ഗാർഡനിലോ ഒക്കെ കൊണ്ടുവന്ന് അവരെ അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു കളികളിലും എല്ലാം ഏർപ്പെടുത്തുകയാണെങ്കിൽ, അവരെയും കൊണ്ടുവന്ന് അതിലൊക്കെ ഒന്ന് ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇത്തരം ഒരു തെറ്റായ പ്രവണതയിലേക്ക് കുട്ടികൾ മാറിപ്പോവാൻ സാധ്യത വളരെ കുറവായിരിക്കും. കുറച്ചു നേരം ഇരുന്നോളൂ, 8 മണി വരെ സമയമുണ്ട്. എനിക്ക് തോന്നുന്നത് ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഇത്തരം കളികളിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ചിലവഴിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഫ്യൂച്ചറിൽ, ഭാവിയിൽ അവർക്ക് ഡിഫൻസിൽ, അതായത് നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലോ ഒക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിശീലനങ്ങളെല്ലാം അതൊരു മുതൽക്കൂട്ട് തന്നെ ആകും അവർക്കെല്ലാം. കാരണം അത്തരം ഗെയിമുകളാണ് നമ്മൾ ഇവിടെ കാണുന്നതൊക്കെയും. മിലിറ്ററിയിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെയും ട്രെയിനിങ്
ക്യാമ്പുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. വലിയൊരു ഗോളം, അതിന് ചുറ്റും വളയങ്ങൾ, ആ ഗോളത്തിനുള്ളിലായി ഒരു പക്ഷി. ഈ ഏണിയിലൂടെ കയറി അതിനുള്ളിൽ പ്രവേശിച്ച് ആ പക്ഷിയുടെ പുറത്ത് ഇരിക്കണം. അതാണ് ഇവിടുത്തെ ഈ ഒരു കളി. അതിന് ഒരുപാട് കുട്ടികൾ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവരെ കൊണ്ട് അത് കഴിയുന്നില്ല. അവരുടെ രക്ഷിതാക്കളും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു തവണ അവർ നിരാശരാകുമ്പോഴും പിന്നെയും അവർ അത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലർക്കത് സാധ്യമാവുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ ചിലരെ കൊണ്ട് പറ്റുന്നില്ല. എങ്കിലും അവർ നിരാശരാകുന്നില്ല, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ കുട്ടികളെയൊക്കെ കളിക്കാൻ വിട്ട് ഞങ്ങൾ മുതിർന്നവർ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ ഒരു പാർക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല കാഴ്ചകളും ഇവിടെ കാണാനുണ്ട്. ഐ ലവ് വാട്ടിക എന്ന് എഴുതി വച്ചിരിക്കുന്നു. വളരെ രസകരമായി തന്നെ അത് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്നും വെറുതെ നടക്കുകയല്ല, ഇങ്ങനെ ഓരോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് ഓരോ സെൽഫിയും ഓരോ ഫോട്ടോവും ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങളും നടക്കുന്നത്. അത്രയും രസകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾക്കിവിടെ ചുറ്റും കണ്ണോടിച്ചാൽ കാണാൻ കഴിയും. നമ്മൾക്കുണ്ടായ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് വൈകിയാണ് ഇവിടേക്ക് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6:30 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ എത്തിയത്. അതിനും കുറച്ച് ഒരു 5 മണിക്കെല്ലാം എത്തിയിരുന്നെങ്കിൽ കുറച്ച് സമയം കൂടെ നമ്മൾക്കിവിടെ സാവകാശം തന്നെ സമയം ചെലവഴിക്കാമായിരുന്നു. എല്ലാ കുട്ടികളും സാഹസികത ഇഷ്ടപ്പെടുന്നവരാവണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് ഇവിടെ ഊഞ്ഞാല, അതേമാതിരിയുള്ള ഈ ഒരു ഗെയിമുകൾ, ഇതൊക്കെ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതിനാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ആസ്വദിച്ച് ആ ഒരു കളിയിലെല്ലാം ഏർപ്പെടാം, അതിൽ സമയം ചിലവഴിക്കാം. ഇനി അഡ്വഞ്ചറസും അതേമാതിരി തന്നെ ഇത്തരം ചെറിയ ചെറിയ കളികളും ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം തന്നെ ആസ്വദിച്ച് ഒരുപാട് സമയം ചിലവഴിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. കുട്ടികൾക്കുള്ള ഗാർഡൻ ആണെങ്കിലും ചില വീട്ടമ്മമാരൊക്കെ ഊഞ്ഞാലിലും മറ്റും ഇരുന്ന് ആടുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 7:15 ആയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കയറി ഏകദേശം 1 മണിക്കൂർ ആയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു 8 മണിക്കാണ് ഈ വാടിക അടയ്ക്കുന്ന സമയം. അപ്പോൾ 7 മണിക്ക് തന്നെ അവർ ടിക്കറ്റ് കൗണ്ടറെല്ലാം ക്ലോസ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റൊന്നും ഇഷ്യൂ ചെയ്യില്ല. ഇനി ഈ ഗെയിമിലൊക്കെ കയറി നിങ്ങൾ ക്ഷീണിച്ച് നിങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ശുദ്ധജലം, കുടിവെള്ളം ഇവിടെ കിട്ടുന്നതാണ്. നല്ല തണുത്ത നല്ല കുടിവെള്ളം, അത് കുടിച്ച് നമുക്ക് ദാഹം മാറ്റാം. ഇവിടെ നമുക്ക് പാർക്കിലേക്ക് കയറി വരുന്നതിൻ്റെ മുൻപായി തന്നെ വെളിയിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട്. അവിടെ ഒരുപാട് സാധനങ്ങൾ, സ്നാക്സും അതേമാതിരി കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീം അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഗാർഡനിലേക്ക് പ്രവേശിച്ചാലും ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ദൂരങ്ങളിലൊക്കെ ആയിട്ട് 2-3 അതേപോലുള്ള സ്റ്റാളുകൾ, ഐസ്ക്രീമിൻ്റെയോ അതേപോലെ എന്തെങ്കിലും സ്നാക്സിൻ്റെയോ അതേപോലെ ചായ, കാപ്പി, അത്തരം സാധനങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു 2-3 സ്റ്റാളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ നന്നായേനെ. കാരണം ഇത് നമ്മൾ ഒരു 5 മണിക്കൊക്കെ കയറുന്നവർ 8 മണി വരെ 3 മണിക്കൂർ സമയമുണ്ട്. അതിനിടയിൽ അവർക്ക് വിശപ്പോ ദാഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്കൊരു 2-3 സ്റ്റാളുകൾ ഉണ്ടെങ്കിൽ നന്നായേനെ എന്ന് തോന്നി. ഒരുപക്ഷെ അത്തരം സ്റ്റാളുകളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ, ഗാർഡൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ പബ്ലിക്ക് അങ്ങനെയാണ്. കാരണം എന്തെങ്കിലും കഴിച്ച് എവിടെയെങ്കിലും ഇപ്പോൾ ചായയെല്ലാം കുടിച്ച് അതിൻ്റെ ആ ഡിസ്പോസിബിൾ ഗ്ലാസുകൾ പല സ്ഥലങ്ങളിലായി വലിച്ചെറിയുക എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഒരു നാട്ടുനടപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഒരു വൃത്തിയായിട്ട് സൂക്ഷിക്കില്ല അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അത്തരം സ്റ്റാളുകളൊന്നും ഇതിനുള്ളിൽ കണ്ടില്ല. എങ്കിലും എനിക്കൊരു അഭ്യർത്ഥന എന്ന് പറയുന്നത് അത്തരം 2-3 സ്റ്റാളുകൾ ഉണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് കുറച്ച് ഉപകാരപ്രദമായിരിക്കും. അവിടെയായി ആ ഡസ്റ്റ്ബിൻ മാതിരി എന്തെങ്കിലും ഈ ഡിസ്പോസിബിൾ ഗ്ലാസുകളൊക്കെ നിക്ഷേപിക്കുന്നതിനുള്ള, മാലിന്യങ്ങൾ ഇട്ടുവയ്ക്കുന്നതിനുള്ള ഓരോ ഡബ്ബകൾ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിരിക്കുമെന്നാണ് ഒരഭിപ്രായം. തങ്ങളുടെ കുട്ടികളും പേരക്കുട്ടികളുമൊക്കെ കളിക്കുന്നതും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഊഞ്ഞാലിൽ ആടി രസിക്കുന്ന ചില ആളുകൾ, അവരെല്ലാം തന്നെ തങ്ങളുടെ കുട്ടികളെയും തങ്ങളുടെ പേരക്കുട്ടികളെയും ഒക്കെ കളിപ്പിക്കാൻ വിട്ട് ഇരിക്കുന്നവരാണ്.
പേടിച്ചിട്ട് അമ്മ നിർത്തിന്ന്. ഇത്തരം റൈഡുകളിലൊക്കെ കുട്ടികളെ കയറ്റുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. അവരുടെ അമ്മമാരോ അച്ഛനോ ആരെങ്കിലും അവിടെ അടുത്തു തന്നെ നിൽക്കണം. കാരണം അതെല്ലാം സ്പീഡിൽ കറക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ തലകറക്കമൊക്കെ ഉണ്ടാകും. അതെല്ലാം വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. നമുക്കിനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല. ഇവരെല്ലാവരും ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ കുറേ നേരം ചിലവഴിച്ചാലേ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു 5 മണിക്കൊക്കെ നമ്മൾ എത്തണം. ഇവിടെ ഇതാ സ്ലോപ്പായിട്ട് ഒരു സ്ഥലം, അതിലേക്ക് താഴേക്ക് ഒരു റോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഈ റോപ്പിൽ പിടിച്ച് നമ്മൾ അവിടെയെല്ലാം എന്തെല്ലാമോ ആണി പോലെ പതിച്ചു വെച്ചിട്ടുണ്ട് ആ ചുവരിലൊക്കെ. അതിലെല്ലാം ചവിട്ടി മുകളിലേക്ക് കയറണം. തീർത്തും ചെറിയ കുട്ടികൾക്കുള്ള ഗെയിമുകളാണ്. വലിയ കുട്ടികൾ ഇതിൽ കളിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് അവർക്കുള്ളതല്ല. ചെറിയ കുട്ടികൾ ഒരു 3, 4, 5 വയസ്സൊക്കെ ഉള്ള ചെറിയ കുട്ടികൾക്കുള്ള ഗെയിമുകളാണ് ഇതെല്ലാം. ചെറിയ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഇത്തരം സാഹസികതകളെല്ലാം കണ്ട് ആസ്വദിച്ച് വെളിയിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് മുതിർന്ന ആളുകൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അവർ അതെല്ലാം കണ്ട് അവർക്കും ഒരു സന്തോഷം. അവരുടെ ആ പേരക്കുട്ടികളും മക്കളുമൊക്കെ ആ ഒരു കളികളിലെല്ലാം ഏർപ്പെട്ട് അങ്ങനെ ഇതെല്ലാം ചെയ്യുമ്പോൾ. സമയം ഏതാണ്ട് 8 മണിയോടൊക്കെ അടുത്തിരിക്കുന്നു. ഇനിയും 10-20 മിനിറ്റാണ് നമ്മൾക്ക് ഇവിടെ ചെലവഴിക്കാൻ കഴിയുക. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ കാണാനുണ്ട്. ശിലാവാടികല്ലേ? ശിലാവാടിക എന്ന് വെച്ചാൽ കല്ലിൽ കൊത്തിയുണ്ടാക്കിയിരിക്കുന്ന പലതരം രൂപങ്ങളും ഒക്കെയാണ് ഈ ഒരു ഗാർഡനിൽ കാണാൻ കഴിയുക. ഇത് ശിലാവാടിക. वो देखो स्टोन से बना हुआ, देखा? എന്തായാലും സമയവും ഒരുവിധം 8 മണിയോട് അടുക്കുന്നു. നമ്മൾക്ക് ഇനി തിരിച്ച് ഇത്രയും ദൂരം തന്നെ, നമ്മൾ എത്ര ദൂരം ഇങ്ങോട്ട് വന്നുവോ അത്രയും ദൂരം തന്നെ തിരിച്ചു വേണം ഗേറ്റിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ മുഴുവൻ കാഴ്ചകളും കാണാൻ നിൽക്കുന്നില്ല, തിരിച്ച് നടക്കുകയാണ്. കാരണം ഇനി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം എന്താണ് ഇനിയുള്ള കാഴ്ചകൾ എന്നൊന്നും നമുക്കറിയില്ല. ഇനിയുള്ള ശിലാവാടികയിൽ എന്തെല്ലാം ഉണ്ട് കാണാനെന്നൊന്നും. കാരണം നേരവും ഇരുട്ടായി. നമ്മൾ ഒരുവിധം പകൽ സമയത്തൊക്കെ വന്നിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ മുഴുവനും കണ്ട് എന്തൊക്കെയാണ് എന്നെല്ലാം അറിയാമായിരുന്നു. ഇപ്പോൾ പക്ഷേ നമ്മൾക്ക് നേരവും ഈ ഒരു ഗാർഡൻ അടയ്ക്കേണ്ട സമയമൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള കാഴ്ചകൾ ഇവിടുത്തെ കാണാൻ നിൽക്കുന്നില്ല, തിരിച്ച് പോവുകയാണ്. ഗൗരി ബുലാറ പപ്പ ബുലാറ. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മൾക്ക് കിട്ടിയത് ഒരു 6:30 മുതൽ 8 മണി വരെയുള്ള ആ ഒരു 1.5 മണിക്കൂർ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെ തന്നെയായിരുന്നു. എനിക്കും ഇഷ്ടമായി. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാങ്ങിനും, ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് ഹിന്ദിക്കാരും കുറച്ച് മലയാളികൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു സ്ഥലം കൊണ്ടുവന്ന് കാണിച്ചതിൽ അവർക്കും വളരെയേറെ സന്തോഷം പ്രകടിപ്പിച്ചു. വാടിക ആൻഡ് ശിലാവാടിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാടിക എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ പൂന്തോട്ടവും പൂച്ചെടികളും അതേപോലെ തന്നെ കല്ലുകൊണ്ടുള്ള ആ പ്രതിമകളും അങ്ങനെയൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ വളരെ ദൂരെ നിന്നെല്ലാം പാലക്കാട് വരുന്നവർക്ക് അവർക്ക് 1-2 ദിവസത്തെ സ്റ്റേ ഉണ്ട് പാലക്കാട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, കൂട്ടത്തിൽ കുട്ടികളൊക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരു നല്ലൊരു നേരം പോക്കിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ തന്നെ രാവിലെ തന്നെ വന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് കോട്ടയിലേക്ക് പ്രവേശിക്കാം. കോട്ട മൈതാനത്തൊക്കെ ഒന്ന് കറങ്ങി, തൊട്ടടുത്ത് തന്നെ കോട്ട, അവിടേക്ക് ഒരു 20-25 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അവിടെ ആഞ്ജനേയരുടെ ഒരു ഹനുമാൻ ക്ഷേത്രം, അതിനുശേഷം നിങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കോട്ടയുടെ ആ കെട്ടിടത്തിൻ്റെ മുകളിലെല്ലാം പോയി താഴെയുള്ള ദൃശ്യങ്ങളെല്ലാം കാണാം. ആ ഒരു കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങുകളും അതിലെ ആ വെള്ളവും അതിൽ കൂടെയുള്ള മീനുകളുടെ ഒഴുക്കും എല്ലാം കണ്ട് ആസ്വദിക്കാം. അവിടെ കുറേ സമയം ചെലവഴിച്ചതിന് ശേഷം ഈ ഒരു വാടിക എന്നുള്ള ഈ ഒരു ഗാർഡനിൽ പ്രവേശിച്ച്, അതിനും 25 രൂപ വേറെ കൊടുക്കണം. അതിനും പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ദിവസം മുഴുവനായും സമയം ചിലവഴിക്കാൻ സാധിക്കും. ഐ ലവ് പാലക്കാടല്ല, ഐ ലവ് വാടിക. ഐ ലവ് വാടികയിൽ ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം.
ഫ്രണ്ട്സ്, നമ്മൾ പോകുമ്പോൾ നിറയെ കുട്ടികൾ സ്കേറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇപ്പോൾ 2 കുട്ടികൾ മാത്രം അവിടെ ക്ഷീണിച്ച് വിശ്രമത്തിലാണ്. അപ്പോൾ നമ്മൾ ഗേറ്റിനടുത്ത് എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ഗേറ്റിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ സ്നാക്സും ഐസ്ക്രീമും അങ്ങനെയൊക്കെ സാധനങ്ങൾ കിട്ടും. നമ്മളുടെ കൂടെയുള്ളതും ചെറിയ കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം. കുട്ടികളെല്ലാം ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് എല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ യാത്ര തുടരും. നമ്മളുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ വാടിക വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.